നോർമലി നമ്മുടെ വിൻഡോസൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ സ്റ്റാർട്ടിൽ വന്നിട്ട്, അതായത് വിൻഡോസിൻ്റെ ഐക്കൺ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ടിൽ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ട് പവറിൽ ഞെക്കുന്നു, നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നു. അവിടെ നിന്നാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻ കേസ് ഇപ്പോൾ മൗസ് ഒന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് അത് ഷട്ട് ഡൗൺ ചെയ്യണം PC. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ PCയുടെ CPU-ൽ റീസ്റ്റാർട്ട് ചെയ്യാതെ നമുക്ക് ഷട്ട് ഡൗൺ പ്രോപ്പർലായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് കട്ട് വേണം, ഒരു ഷോർട്ട് കീ വേണം. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് കീ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. അതിൻ്റെ വഴിയാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഡെസ്ക്ടോപ്പിൽ വന്നതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ രണ്ടാമതായിട്ട് ഷോർട്ട് കട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഷോർട്ട് കട്ടിൻ്റെ ഒരു സംഭവം വന്നു. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ടൈപ്പ് ദ ലൊക്കേഷൻ ഓഫ് ദ ഐറ്റം, അതായത് നമ്മൾ എന്തിൻ്റെ ഷോർട്ട് കട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ലൊക്കേഷൻ ഇവിടെ കൊടുക്കണം. അപ്പോൾ ഈ ലൊക്കേഷൻ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഞാനിവിടെ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 എണ്ണം ഉണ്ട്. പക്ഷേ ആദ്യത്തെ അടിച്ച് നോക്കുക. ഇത് വർക്കായില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ രണ്ടാമത്തെ ലൊക്കേഷൻ ഇവിടെ കൊടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഞാൻ ഈ ഒരു ലൊക്കേഷൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ്. ഇത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ അവിടെ നിന്ന് കോപ്പി ചെയ്തോളൂ. എന്നിട്ട് Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്തു. ആദ്യം ഇവിടെ ഇത് പേസ്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഷോർട്ട് കട്ടിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ എന്ന് വന്നിട്ടുണ്ട്. അത് മതി നമുക്ക്. ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫിനിഷ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ റൈറ്റ് ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടിവിടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ മതി. ഈ പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഷോർട്ട് കട്ട് കീ എന്നൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് ഷോർട്ട് കട്ടാണോ കൊടുക്കാൻ പോകുന്നത് ആ ഷോർട്ട് കട്ട് ഇവിടെ പ്രസ് ചെയ്യാൻ പോവുകയാണ്. Ctrl+Alt ഞെക്കി പിടിക്കുന്നു, Ctrl+Alt ഞെക്കുന്നു, എന്നിട്ട് S ഞെക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒന്ന് മാറ്റിയെടുക്കാം. എസിന് പകരം വേറെ കൊടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഈ അപ്ലൈ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന മുമ്പ് ഇവിടെ മുകളിൽ നോക്കുക, നമ്മളിവിടെ രണ്ടാമതൊരു ഇത് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഈ ഒരു ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് തന്നെ ചെയ്താൽ മതി. ഇതിവിടെ മാറുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ്ഫുള്ളി ഇത് മാറും. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ടാർഗറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി ടാർഗറ്റായിട്ട് മാറി കണ്ടോ. അപ്പോൾ എന്തൊക്കെയായാലും അത് വർക്കാവും എന്ന് കൺഫേം ആണ്. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഇത് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അപ്ലൈ കൊടുത്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇത്രയാണ് ചെയ്തത്. ഇനി നിങ്ങൾ Ctrl+Alt+S പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷട്ട് ഡൗൺ ആവും. ഞാനിപ്പോൾ ഞെക്കുന്നില്ല. ഞെക്കി കഴിഞ്ഞാൽ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ നിങ്ങൾ ഇനി എപ്പോൾ Ctrl+Alt+S പ്രസ് ചെയ്താലും ഇത് ഷട്ട് ഡൗൺ ആവും. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഷോർട്ട് കട്ട് ഡിലീറ്റ് ആക്കാതെ നോക്കുക. ഇത് ഡെസ്ക്ടോപ്പിൽ എവിടെയെങ്കിലും ഒന്ന് സേഫ് ആക്കി അങ്ങ് ഇട്ടേക്കുക. ഇവിടെ തന്നെ കിടക്കട്ടെ, ഇങ്ങനെ അങ്ങ് ഇട്ടേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.